എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് പുരുഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന 7 വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഈ 7 വാക്കുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ്. ഇത് പറയുന്ന സ്ത്രീയോട് ആ പുരുഷൻ വളരെയധികം അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ത്രീകൾ ഈ പരാതിയും പരിഭവവും ഒക്കെ പറയുന്നതിന് പകരം ഈ വാക്കുകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് എന്തൊക്കെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ മിസ്റ്റേക്കുകളോ ആണ് അവൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതൊക്കെ അവൻ തിരുത്തിയിട്ട് നിങ്ങളെ വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് തന്നെ സ്നേഹിക്കും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് പുരുഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകമാണ്: ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചേട്ടൻ നല്ല സുന്ദരനാണ്, ചേട്ടൻ വളരെ അട്രാക്റ്റീവാണ് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ ചേട്ടനെ കാണാൻ ഏതെങ്കിലുമൊക്കെ സിനിമാ നടന്മാരെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഈ ചേട്ടൻ്റെ മനസ്സിൽ ഉറപ്പായിട്ടും ലഡു പൊട്ടും. പലപ്പോഴും ഈ പെൺകുട്ടികൾ സ്നേഹിക്കുന്ന പുരുഷനൊന്നും ഒരിക്കലും ആ രീതിയിൽ ഇപ്പോൾ സുന്ദരനാണെന്നൊന്നും പറയാറില്ല. അപ്പോൾ ഇവള് ഞാൻ സുന്ദരനാണോ അല്ലയോ എന്ന് ഈ പുരുഷന് ഭയങ്കരധികം ആകാംക്ഷയുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇവൾക്ക് ശരിക്കും എന്നെ സുന്ദരനായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് അവൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവൻ സുന്ദരനാണെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഡൗട്ട്സുകൾ ഇല്ലാതെയാവുന്നു, അല്ലെങ്കിൽ അത് കേൾക്കാൻ അവൻ ഒരുപാട് കൊതിക്കുന്ന ഒരു കാര്യമാണ്. അവൻ്റെ മനസ്സിൽ ഒരു 1000 ലഡു ഒന്നിച്ച് പൊട്ടുകയും ചെയ്യും. അങ്ങനെ പറയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള അടുപ്പവും സ്നേഹവും ഇഷ്ടമൊക്കെ ഒരുപാട് കൂടുന്നതാണെന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് ഐ മിസ് യു എന്നുള്ളൊരു വാക്കാണ്. ആ ഒരു വാക്ക് വളരെയധികം പവർഫുള്ളാണ്. പുരുഷൻ വളരെയധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണത്. കാരണം ആർക്കാണ് മിസ്സാവുന്നത്? ശരിക്കും ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെ മിസ് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സ്ത്രീ അത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഐ ലവ് യു എന്ന് നിങ്ങളിപ്പോൾ നേരിട്ട് അങ്ങനെ പറഞ്ഞില്ലേ പോലും ഈ ഐ മിസ് യു എന്ന് പറയുമ്പോൾ ആ ഐ മിസ് യുവിൽ ഐ ലവ് യു എന്നുള്ളൊരു വാക്കും കൂടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഐ ലവ് യു എന്നും പറയുന്നതിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇടയ്ക്ക് പറയണം. കാരണം അതും പുരുഷന്മാർ കേൾക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. തന്നെയുമല്ല, താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് തന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം വരും. അതുകൊണ്ട് തന്നെ അവനും തിരിച്ച് അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും, നിങ്ങളെ അതുപോലെ കൂടുതൽ സ്നേഹിക്കാനായിട്ടും തുടങ്ങും. കാരണം തന്നെ മിസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഒരിക്കലും അവന് മിസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സോറി എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ ഈ ഒരു സോറി എന്നുള്ള വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിലും അധികം ഒരു പവറുണ്ട്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നു, അല്ലെങ്കിൽ അവൾക്ക് അവനെ വിളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവളുടെ കയ്യിലെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധത്തിൽ ഉലച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സോറി എന്നുള്ളൊരു വാക്ക് ആ പെൺകുട്ടി പറയുകയാണെങ്കിൽ ആ പുരുഷൻ അതുവരെ ഉണ്ടായിരുന്ന പരാതിയും പരിഭവവും എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അലിഞ്ഞില്ലാതെയാവും. പിന്നെ അവന് സ്നേഹം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഒരു പരിഭവം ഉണ്ടാകത്തില്ല. അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന എല്ലാ മിസ്റ്റേക്കുകളും അവൻ ആ സെക്കൻഡ് ക്ഷമിക്കുകയും നിങ്ങളെ 10 ഇരട്ടി കൂടുതൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. പക്ഷേ പലർക്കും ഈ സോറിയൊക്കെ പറയാൻ ഭയങ്കര മടിയാണ്. ഒരു മിസ്റ്റേക്ക് ശരിക്കും പറ്റിയാൽ പോലും അവർ സോറി പറയത്തില്ല. പക്ഷേ ആ സോറി എന്ന് പറഞ്ഞു നോക്കിയാൽ സോറി ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ള വാക്ക് തന്നെയാണ്. പലരും വിചാരിക്കുന്നത് സോറി പറഞ്ഞാൽ തങ്ങൾ തോറ്റുപോകുന്നു. പക്ഷേ സോറി ഒരു തോൽവിയല്ല, മറിച്ച് സോറി പറയുന്നതിലൂടെ നിങ്ങളൊരു മനുഷ്യൻ്റെ മനസ്സിനെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്, സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ചേട്ടൻ സൂപ്പറല്ലേ, അല്ലെങ്കിൽ ചേട്ടനാണ് എൻ്റെ ഹീറോ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. കാരണം താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെ ഒരു ഹീറോ ആയി കാണുന്നു, അല്ലെങ്കിൽ തന്നെ വളരെയധികം സൂപ്പറായിട്ട് കാണുന്നു, താൻ ചെയ്യുന്ന എല്ലാം അടിപൊളിയാവുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അതിൽ പരം സന്തോഷം ഒരു പുരുഷന് കിട്ടാനില്ല. അപ്പോൾ അവന് തന്നെ വല്ലാത്ത ആത്മവിശ്വാസം കൂടും. അവൻ കൂടുതൽ നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങും. അവന് ഭയങ്കര ഉത്സാഹമായിരിക്കും. പിന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെക്കൊണ്ട് പറ്റുന്ന എല്ലാം അവൻ ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും ഈ കരിന്തിരി കത്താൻ തുടങ്ങുന്ന വിളക്കിലേക്ക് കുറച്ച് എണ്ണ പകർന്നു കൊടുത്താൽ വളരെ ഊർജ്ജസ്വലതയോടെ അത് കത്താൻ തുടങ്ങുന്നത് പോലെ തന്നെ ആ ഒരു സ്നേഹബന്ധത്തിൽ അവൻ്റെ അവശതകളൊക്കെ മാറി അവൻ നല്ല ഉഷാറാകും. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവൻ സൂപ്പറാണെന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ അനശ്വര രാജനൊക്കെ പല സിനിമയിലും കാമുകന്മാരോട് സ്നേഹിക്കുന്ന പുരുഷനോടൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അവളെ കഴിഞ്ഞ് മൂത്ത ചേട്ടന്മാരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ചേട്ടൻ സൂപ്പറല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇനി അഞ്ചാമായിട്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ വളരെയധികം കംഫർട്ടബിളാണ്, ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല എന്നുള്ളൊരു വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ പുരുഷന് മനസ്സിലാവും ആ ഒരു പെൺകുട്ടി തന്നോട് ആയിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം ഒരുപാട് അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്, തൻ്റെ സാന്നിധ്യം അവൾക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ അവളെ അവൻ കൂടുതൽ കെയർ ചെയ്യാനും കൂടുതൽ അവളെ സേഫ് ആക്കാനും ഒക്കെ നോക്കും. കാരണം അവൾക്ക് ആ വലിയൊരു സേഫ്റ്റി തൻ്റെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. തൻ്റെ അടുത്ത് അവൾ സേഫാണ്, അല്ലെങ്കിൽ തൻ്റെ അടുത്ത് അവൾ വളരെയധികം കംഫർട്ടബിളാണ് എന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് ആ പുരുഷന് കൂടുതൽ അവളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നോക്കും. ഇനി എന്തെങ്കിലുമൊക്കെ കുറവുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ച് അവളുടെ ആ ഒരു കംഫർട്ട്
എഫർട്ട് കൂട്ടാനായിരിക്കും പിന്നെ ആ പുരുഷൻ ശ്രമിക്കുന്നത്. ഇനി ആറാമായിട്ട് താങ്ക്സ് എന്നുള്ളൊരു വാക്കും പിന്നെ പ്രോത്സാഹനജനകമായിട്ടുള്ള മറ്റു വാക്കുകളുമാണ്. അപ്പോൾ പലപ്പോഴും ഈ സ്നേഹിക്കുന്ന പുരുഷന് എത്ര നന്മ ചെയ്തു കൊടുത്താലും എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും ചിലർ ഒരു നന്ദി പോലും പറയത്തില്ല. ഇനി നന്ദി വാക്കുകൊണ്ട് പറയത്തില്ലെങ്കിലും പല രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു നല്ല കാര്യം അവൻ ചെയ്യുമ്പോൾ അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വളരെയധികം പ്രോത്സാഹനമായിട്ട് അവന് തോന്നും. അപ്പോൾ അവൻ ആ നല്ല കാര്യം വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുമ്പോൾ പോലും അവൻ ആഗ്രഹിക്കുന്നത് അവൾ ആ ഒരു ഗിഫ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് നല്ലതാണ്, അടിപൊളിയാണ് എന്ന് പറയണമെന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി ആ ഒരു ഗിഫ്റ്റ് ഉപയോഗിച്ചിട്ട് അയ്യോ ചേട്ടാ ഇത് നല്ല രസമുണ്ട് കേട്ടോ, ചേട്ടൻ ഈ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് എനിക്ക് വളരെയധികം ഉപകാരമായി, ചേട്ടനത് വാങ്ങിച്ചു തന്നത് വളരെയധികം നന്നായി, ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു സാധനം മേടിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു, അപ്പോൾ ചേട്ടൻ എൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചു തന്നതിന് താങ്ക്സ് കേട്ടോ, അപ്പോൾ അത് ഒരുപാട് നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും അത് അവന് ഭയങ്കരധികം പ്രോത്സാഹനജനകമാകും. അപ്പോൾ പലവരും ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്താലും അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല, അത് നന്നായെന്നോ അല്ലെങ്കിൽ കൊള്ളാമെന്നോ ഇതൊന്നും പറയത്തില്ല. പക്ഷേ പുരുഷന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ചോദിക്കണം, അല്ലെങ്കിൽ ഇത് അറിയണം, ഇതിനെക്കുറിച്ചൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടണം എന്നവനുണ്ട്. പക്ഷേ പല സ്ത്രീകളും ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നന്ദിയുടെ വാക്കിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വിലയുണ്ട്. കാരണം ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും അതിനെ വാലിഡേറ്റ് ചെയ്യുകയും അതിന് നമ്മൾ നന്ദി പറയുകയും ചെയ്യുമ്പോഴാണ് ആ നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ആവേശവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നന്ദി പറഞ്ഞു പഠിക്കുക, ഒപ്പം തന്നെ അവരെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുക, ഒപ്പം തന്നെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക, നല്ല പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ഈ പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് അധികം കിട്ടാറില്ല. സ്ത്രീകൾക്ക് എപ്പോഴും പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ പുരുഷന്മാരാണെങ്കിൽ കുടഞ്ഞിട്ട് സ്ത്രീകൾക്ക് പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് ഇങ്ങനെ സ്ത്രീകൾ നോർമലി അങ്ങനെ വലിയ പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കുന്നവരെങ്കിലും ഇതുപോലെ പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏഴാമായിട്ട് ഐ ട്രസ്റ്റ് യു എന്നുള്ളൊരു വാക്കാണ്. ചേട്ടനെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഒരിക്കലും ചതിക്കത്തില്ല, പറ്റിക്കത്തില്ല, എന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ എനിക്കറിയാം, ചേട്ടനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് എന്നൊരു വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ പുരുഷന് പിന്നീട് ആ പെൺകുട്ടിയെ ചതിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഇനിയിപ്പോൾ അറിയാതെ പോലും മറ്റൊരു പെൺകുട്ടിയെ നോക്കിയാൽ പോലും അവൻ അപ്പോഴേ ഓർമ്മ വരും, അയ്യോ എൻ്റെ പെൺകൊച്ചെന്നെ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ വിശ്വസിക്കുന്നുണ്ട്, എന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അവളെ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അവൻ്റെ മനസാക്ഷി തന്നെ അവനോട് പറയും. അപ്പോൾ തന്നെ ഇത്രയും വിശ്വസിക്കുന്ന പെൺകുട്ടി അത് അവളിങ്ങനെ ഇടയ്ക്ക് വാക്കുകൾ കൊണ്ടുകൂടെ പറയുമ്പോൾ അവന് പിന്നെ അവളെ ചീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 7 വാക്കുകൾ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല വാക്കുകളൊക്കെ നമ്മളൊരു ബന്ധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുകയും നമ്മൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണോ ഒരു മനുഷ്യരെ തകർക്കുന്നത് അല്ലെങ്കിൽ ബന്ധങ്ങൾ തകർക്കുന്നത്, അതുപോലെ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾക്ക് ബന്ധങ്ങളെ പടുത്തുയർത്താനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. അപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഒന്നും മറക്കരുത്. കൂട്ടുകാരിലേക്ക് ഇത് ഷെയറും ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവിട്ടാം. നന്ദി.